സി എൽ പി ജി ഗ്യാസ് ഷോർട്ടേജ് ഇസ് വെരി എവിഡൻറ്റ്. അറിയാലോ, ഓൾമോസ്റ്റ് 90% ഓഫ് നമ്മുടെ എൽ പി ജി കംസ് ത്രൂ ദ ഹോർമൂസ് സ്ട്രേറ്റ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക്. ആൻഡ് ഹോർമൂസ് സ്ട്രേറ്റിൽ ഇപ്പോൾ ഷിപ്പിംഗ് മൂവ്മെന്റ് ഇല്ലല്ലോ. സോ ഗവൺമെന്റ് ഹാസ് ഇംപ്ലിമെന്റഡ് അല്ലെങ്കിൽ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ദ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം ഇപ്പോൾ നമ്മുടെ ബുക്കിംഗ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് 25 to 45 ഡേയ്സിന്റെ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഈ ഷോർട്ടേജ് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നവർ, അതായത് വീടുകളിൽ യൂസ് ചെയ്യുന്നവർ, ഹോട്ടൽസ് യൂസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. മിക്ക ഹോട്ടൽസിനും ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരു ദിവസം വേണ്ടി വരുന്ന ഹോട്ടൽസ് ഒക്കെയാണ്, റെസ്റ്റോറൻറ്റ്സും. ആൻഡ് 70% ഓഫ് ആ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കാരണം അവർക്ക് ഗ്യാസ് കിട്ടാനില്ല, എല്ലാവർക്കും വിറകടുപ്പ് വെക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇല്ല. ആൻഡ് വിറകടുപ്പ് ഉള്ളവരാണെങ്കിൽ തന്നെ വിറകിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു 2 കപ്പൽ അവിടുന്ന് ഇറാൻ വിട്ടു നൽകുന്നുണ്ട് ടു മൂവ് സേഫ്ലി ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ആൻഡ് അതിന് നേവിയുടെ പ്രൊട്ടക്ഷനും കൂടെ ആയിട്ടാണ് വരുന്നത്. മേ ബി ആ 2 ഷിപ്സ് വരുമ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായേക്കാം. ബട്ട് സ്റ്റിൽ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് മിക്കതും നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. ആൻഡ് വൺസ് അവർ ജോലിയില്ലാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും മറ്റ് ഇവർ എംപ്ലോയ് ചെയ്യുന്നവർക്ക് ഇവരെ തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്, എസ്പെഷ്യലി ഈദിൻ്റെ ടൈമൊക്കെയാണ്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ ലെവൽ ഓഫ് ഇമ്പാക്ട് ഇസ് ദാറ്റ് നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഗിഗ് എക്കണോമി കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോട്ടൽസ് ഇല്ലാതെ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ക്യുക്കോമേഴ്സ് ഫോക്കസ് ആയിട്ടുള്ളവർക്ക് ഇപ്പോഴും ബിസിനസ് ഉണ്ടാവുമായിരിക്കും. ബട്ട് 30-45% ഓർഡേഴ്സ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യം കഷ്ടത്തിലാണ്. സോ എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം കാരണം എന്തൊക്കെയാണ് എഫക്റ്റ് ആയി വരുന്നതെന്ന് കണ്ടോ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് അതിനകത്ത് വായിച്ചത്, ഇപ്പോൾ യൂറിയ, ഫോസ്ഫേറ്റ്, ഫെർട്ടിലൈസേഴ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഇമ്പോർട്ടും നിലയ്ക്കുമ്പോൾ അടുത്ത ഖാരിഫ് സീസണ് പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ഇപ്പോഴാണ്, അല്ലെങ്കിൽ റാബി സീസണൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയം ഇപ്പോഴാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ ഇല്ലാതെ കർഷകർക്ക് ഇത് പ്ലാൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഫുഡ് ഷോർട്ടേജും ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് വാർ.